അറിഞ്ഞില്ലേ? നമ്മുടെ ജാസി ചേട്ടായി ഉണ്ടല്ലോ, ജാസി ചേട്ടായി ദുബായിലേക്ക് പോകാത്ത എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് ചേഞ്ച് ചെയ്യാൻ വന്നതാണെന്നാണ് ചേട്ടായി പറയുന്നത്. അതായത് പാസ്പോർട്ടിൽ ട്രാൻസ് വുമൺ എന്നുള്ള ഒരു സാധനം കിട്ടണത്രേ, ഒരു സീല് കിട്ടണം എന്നാ പറയുന്നത്. ഇപ്പൊ നിലവിൽ എന്തോ ID കാർഡ് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്, ട്രാൻസ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ 2026 ട്രാൻസ്ജെൻഡർ ആക്ട് പ്രകാരം നിലവിൽ ട്രാൻസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളും ചുരിദാറ് ചുറ്റി നടക്കുന്ന സാരി ചുറ്റി നടക്കുന്ന ആണുങ്ങളും ഒക്കെ, അല്ലെങ്കിൽ നേരെ തിരിച്ചു നടക്കുന്ന ആണും പെണ്ണും ഒക്കെ ഇനി ആണും പെണ്ണുമായി തന്നെ തുടരും. ഇവര് ഗവൺമെന്റിന്റെ മുന്നിൽ പോയിട്ട് എന്താക്കണം എന്നറിയോ? ഞങ്ങൾ ഇതാണെന്ന് തെളിയിക്കണം. അതിന് എന്തൊക്കെ പരിപാടികളുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഈ നുണകൾക്കെല്ലാം ഒരു പണി ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി സാരി ചുറ്റി നടന്നിട്ട് ഞാൻ പെണ്ണാണ്, അതാണ് എന്റെ സത്വം ചക്കര എന്നൊക്കെ പറഞ്ഞ് നടന്നാല് 8ന്റെ പണി കേന്ദ്ര ഗവൺമെന്റ് അങ്ങ് തരും കേട്ടോ. ബില്ല് പാസ്സായോ എന്ന് ചോദിച്ചാൽ ബില്ല് പാസ്സായി എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് അറിയോ? BJP ആണ് പാസ്സാക്കാൻ പോകുന്നത്. ഒബ്ജക്ഷൻ ആരും ഉണ്ടാവില്ല, കാരണം കാര്യമില്ല. ജനങ്ങൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിലും രാത്രി 11 മണിക്ക് ശേഷം ഭാര്യയോടൊപ്പമോ അല്ലെങ്കിൽ പെങ്ങളോടൊപ്പമോ റോട്ടിലൂടെ നടന്നു പോകാൻ കഴിയാത്ത രീതിയിലും ആക്കിയിട്ടുണ്ട് പറ്റകള്. എല്ലാവരും മോശക്കാരല്ല, അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും 2026 നിയമസഭാ ഇലക്ഷന്റെ വോട്ടർ പട്ടിക ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതില് ട്രാൻസ്ജെൻഡർമാർ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവരുടെ സമരത്തിൽ എത്രത്തിനെ കണ്ടു എന്ന് നമുക്ക് നോക്കാം. 1,32,20,811 പുരുഷന്മാരും 1,39,21,862 സ്ത്രീകളും 273 ട്രാൻസ്ജെൻഡേഴ്സുമാണ് വോട്ടർ പട്ടികയിലുള്ളത്. എത്ര? 273 ട്രാൻസ്ജെൻഡേഴ്സ്. ബാക്കി കുറെ എണ്ണം ഉണ്ടല്ലോ ഇവിടെ സാരി എടുത്ത് നടക്കുന്നു, ലിപ്സ്റ്റിക്കും മറ്റേ തേങ്ങയും മാങ്ങ കെട്ട് നടക്കുന്നു. ഇവറ്റൊക്കെ ഏതാ? ഇവരൊക്കെ ആരാ? ആൾമാറാട്ടത്തിന് കേസ് എടുക്കണ്ടേ? ഇനി കഴിഞ്ഞിട്ടില്ല. പട്ടികയിൽ 2,42,93 പ്രവാസി വോട്ടർമാരും അതിൽ 2,04,218 പുരുഷന്മാരും 37,867 സ്ത്രീകളും 8 ട്രാൻസ്ജെൻഡറും ഉണ്ട്. ഇതില് ജാസി ചേട്ടായി പെടുന്നില്ല. കാരണം ആള് നാട്ടിലേക്ക് വന്നത് തന്നെ അവിടെ ആൾമാറാട്ടത്തിന് കേസ് എടുക്കുമെന്നുള്ള ഭയം കൊണ്ടാണെന്നുള്ളതാണ്. അത് ശരീഅത്ത് നിയമങ്ങളുള്ള ഒരു നാടാണ്, പക്ഷെ UAE കുറെയൊക്കെ വിട്ടുവീഴ്ച ഉണ്ട്. എന്നാൽ പോലും ആ രാജ്യത്ത് ഇങ്ങനെ വേഷം കെട്ടി നടക്കാനൊന്നും പാടില്ല. അതുകൊണ്ട് ചേട്ടായി ഇങ്ങ് നാട്ടിലേക്ക് വന്നതാണ് കേട്ടോ. എന്തൊക്കെയായാലും ഈ നുണകൾക്കൊക്കെ ഒരു അറുതി അങ്ങ് വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും ജാസിയെ ആ ചെക്കൻ അങ്ങ് വിട്ടുകൊടുത്ത, ആ ചെക്കന്റെ ഉമ്മ അവിടെ നിസ്കാരപ്പായയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വിട്ടുകൊടുക്കടാ എന്റെ പൊന്നു ജാസി മോനെ. എന്തായാലും എന്റെ കല്യാണം കഴിഞ്ഞതാണ്, അത് ഒഴിവാക്കിയതാണ്. അത് കഴിഞ്ഞ് ഇതപ്പൊ എന്തൊക്കെയാ കാണിച്ചു കൂട്ടി നടക്കുന്നത്. നമുക്ക് എന്തായാലും ഞാൻ തന്നെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചൊരു വീഡിയോ കാണാം. പോട്ടെ പോട്ടെ, സ്വന്തം കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു ഇതില്ല. എടാ പൊന്നു ജാസി കുട്ടാ, നീ പോവല്ലടാ. നീ അവിടെ സപ്പോർട്ട് നിൽക്ക്, കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് ഇല്ലല്ലോ, സപ്പോർട്ട് ചെയ്ത് നിൽക്ക്. ഇതിന് ഓടിച്ചു തോന്നുന്നു. എന്താ അറിയൂ, ട്രാൻസ്ജെൻഡർ ആക്ട് 2019 ശേഷം ഇപ്പൊ വന്ന ഭേദഗതി ബില്ലിൽ എന്ത് പണിയെ കിട്ടിയെന്ന് പറഞ്ഞു തരട്ടെ. അതായത് നിലവില് ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞൊരു സാരി ഉടുത്തൊരു സത്യവാങ്മൂലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പെണ്ണാണ്, അതായത് ട്രാൻസ് വുമൺ ആണ്. തിരിച്ചും അങ്ങനെ തന്നെയാണെന്നുള്ളത്. അതായത് വാക്ക് മതി, ഞാൻ തന്നെ എന്റെ സത്വം മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പുതിയ ഭേദഗതി ബില്ല് അങ്ങനെയല്ല. 2026 ലോകസഭയിൽ BJP ആണ് ഈ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബില്ല് പാസ്സാവും, സുപ്രീം കോടതിയിലാവും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുക. ഈ ബില്ലിൽ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ മെഡിക്കൽ സ്ക്രീനിങ്ങിന് വിധേയമാക്കണമെന്നും, അതുകൂടാതെ 3 അംഗങ്ങൾ ഉണ്ടാവും ഈ മെഡിക്കൽ സ്ക്രീനിങ് നടക്കുന്ന സമയത്ത്. സൈക്കാട്രിസ്റ്റ്, അതേപോലെ തന്നെ ഒരു ഡോക്ടർ ഉണ്ടാവും, പിന്നെ ഒരു സാമൂഹിക പ്രവർത്തക ഉണ്ടാവും, അല്ലെങ്കിൽ പ്രവർത്തകൻ ആരെങ്കിലും ഉണ്ടാവും. ഇവരുടെ മുന്നിൽ വെച്ചിട്ടായിരിക്കും മെഡിക്കൽ സ്ക്രീനിങ് നടത്തുക. അതുകൊണ്ടാണ് കുറെ ട്രാൻസ്ജെൻഡേഴ്സ് ഞങ്ങൾ എല്ലാവരുടെയും മുന്നിൽ തുണി പൊക്കി കാണിക്കില്ല എന്ന് പറയുന്നത്. അതാ ആ ഒരു സാധനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആകെ 273 ആളുകളെ ഇവിടെ ട്രാൻസ് ആയിട്ടുള്ളൂ, 8 ആള് പുറത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ 300 കൂട്ട്, എന്നാലും വേണ്ടില്ല, 300 എണ്ണം ഉണ്ട് കൂട്ടിക്കോ. സമരം വിളിക്കാൻ വരുന്നത് ആയിരക്കണക്കിന് ആളുകളാ. അപ്പോ നിയമപരമായിട്ട് ഇവരൊന്നും ആരല്ല, ട്രാൻസ് അല്ല, ഇവർക്കൊന്നും വോട്ട് പോലും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിയമവിരുദ്ധമായിട്ട് താമസിക്കുന്ന ആളുകൾ എന്ന ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുമോ? ഇല്ല, ആൾമാറാട്ടക്കാരാണ് പറയാനുള്ളൂ. എന്തായാലും ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ നയൻതാരയുടെ ഡ്യൂപ്പാണെന്ന് പറഞ്ഞു നടക്കുന്ന ചാച്ചിയുടെ ഒരു വീഡിയോ ആണ്, അതൊന്ന് കാണും നിങ്ങൾ. പൊക്കി നോക്കി കാർഡ് തരാൻ നാണമില്ല BJP-ക്കാരെ എന്നാണ് ചോദിക്കുന്നത്. മുന്നിൽ നിന്ന് കൈയടിക്കുന്ന ആ കയ്യടിയുടെ ശൈലി കാണുമ്പോൾ തന്നെ പേടിയാണ്. ട്രെയിനിൽ കയറുന്ന സമയത്ത് എന്റെ പൊന്നു, ആ ശബ്ദം കേട്ട ചെക്കന്മാരും എല്ലാവരും ഓടി ബാത്റൂമിൽ ഇവിടെ കൊളിക്കും.
കാരണം എടുത്തു വന്നൊരു പൊക്കലഫും ഇവരെ കുറിച്ചല്ല പറയുന്നത്, എന്നാലും ഗണം ഒന്നൊക്കെ തന്നെയല്ലേ. ഇനി പൊക്കി നോക്കാൻ നാണമില്ലേ എന്ന് പറയുന്ന ആളുടെ ഒരു വീഡിയോ ആണെന്ന് കാണാം. $2 million അത്രേ ആ ഇതിനുള്ളത്. അവിടെ പൊക്കി നോക്കി കാർഡ് തരാൻ നാണമില്ലേ എന്ന് ചോദിക്കുന്ന ആള് തന്നെയാണ് ഇവിടെ മറ്റേ കാണിക്കല് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒന്നുമല്ല കേട്ടോ മക്കളെ. ഇവര് ഒരുപാട് വൾഗറായിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലാണ് ഇവരൊക്കെ നടത്താൻ തന്നെ. ഇവർക്കെതിരെ ഒന്നും ഒരാളും പരാതി കൊടുക്കുക. സ്ത്രീകളൊന്നും പരാതി കൊടുക്കുന്നില്ലേ, ഞങ്ങൾ അപമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്തുകൂടെ? ഇനി നമ്മുടെ ജാസി ചേട്ടായിക്ക് കൊടുക്കുന്ന കൊട്ട് ഷെരീഫ് പറഞ്ഞത് കാണാം. എന്തിനാ BJP-നോട് ഇപ്പൊ കഷ്ടപ്പെട്ട് ഗോ ബാക്ക് എന്നറിയണ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല അല്ലേ? എന്നാ കേട്ടോ, കൊടമണി ടീമിന് കംപ്ലീറ്റ് പ്രശ്നയിക്കുക. സുപ്രീം കോടതിയിലെ പുതിയ ഉത്തരവ് വന്നിക്കണു. എന്താ അറിയോ, ജാസി പൂർണ്ണവതിയായി അറിയില്ലേ? ആ പൂർണ്ണവതിന്നുള്ളതിന്ന് പൂർണ്ണവതനാകാൻ പോവുകയാണ്. ഇവർക്കെതിരെയുള്ള ഒരു ബില്ല് പാസ്സായിക്കണം. എന്ത്, ഈ ട്രാൻസ്ജെൻഡറായി നടക്കുമ്പോൾ അവർക്കുള്ള ആനുകൂല്യങ്ങളും പരിഗണനയൊക്കെ ഗവൺമെന്റിന്റെ വക തന്നെയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാര്യമുണ്ട്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇവർക്ക് ഇതിനിടയ്ക്ക് കുറച്ച് ആനുകൂല്യങ്ങൾ കൂടി. അതായത് പെട്ടെന്ന് ജാസിനെ പോലെ നേരം വെളുത്ത് നീച്ചിട്ട് ഞാൻ പെണ്ണായി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് കള്ളന്മാരുണ്ടായിരുന്നു. ഓൽക്കൊക്കെ നല്ല പിടി വീണുക്കണു. ഇപ്പോ നല്ല പിടി എന്ന് പറഞ്ഞാൽ പോലെ നല്ല പിടി. ബില്ല് പാസ്സായി. എന്താണ് ഇപ്പൊ സംഭവം എന്ന് ചോദിച്ചാൽ, ഇവർക്കൊന്നും ഇനി ഈ ട്രാൻസ്ജെൻഡറാന്നും പറഞ്ഞിട്ട് നടക്കാൻ ഇനി പറ്റൂല. ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവർക്കെതിരെ കേസ് കൊടുക്കും. തീർച്ചയായിട്ടും ഇവരെ വലിയ ഡയലോഗ് അടിച്ചിരുന്നല്ലോ, കുറെ കാലങ്ങളായിട്ട് അടിക്കുന്ന ഡയലോഗുകളാണ്. അതായത് ഞങ്ങളുടെ സത്വം ഞങ്ങൾ മനസ്സിലാക്കി, ഞങ്ങളുടെ സത്വം ഞങ്ങൾ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. അതിനാണ് ഇപ്പൊ പിടി വീണിട്ടുള്ളത്. അങ്ങനെ സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിയില്ല. കോടതിയിൽ പോകണം, എനിക്ക് ട്രാൻസ് ആവണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പേപ്പർ കൊടുക്കും. ആ പേപ്പർ നേരെ ഈ ഒരു കമ്മീഷന്റെ മുന്നിൽ കൊണ്ടുകൊടുക്കണം. ആ ഒരു പരിശോധന നടത്തിയിട്ട് ഇവര് ആണാവാനുള്ള ആ ഒരു സംഭവമാണ്, പെണ്ണാവാനുള്ള ഈ സംഭവമാണെന്നൊക്കെ നോക്കും. അത് ശരിവെക്കണം. എന്നതിന് ശേഷം മാത്രമേ ഇവർക്ക് സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവര് കൃത്യമായിട്ട് ബോട്ടം സർജറി ഒക്കെ ചെയ്യും വേണ്ടി വരും എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറഞ്ഞ 273 ആളുകളുള്ളൂ ട്രാൻസ് ആയിട്ട്. ഈ റോഡിലൊക്കെ നടക്കുന്ന ആളുകളൊക്കെ ഏതാടാ? ഇനിയിപ്പോ രാത്രി ഞാൻ പറഞ്ഞല്ലോ, റോഡ് സൈഡിൽ കുറെ എണ്ണം മുട്ടുത്തുന്ന പരിപാടിയുള്ള ഫ്ലൂട്ടേഴ്സ്, അവരെ അടുത്ത് പോയിട്ട് വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റും, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും വേണമെങ്കിൽ. പക്ഷെ ഇത് കണ്ടുപോകുന്ന ആളുകൾ വിചാരിക്കും സന്ദീപ് ആ പോയിക്കണ്, ഈ രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ സിനിമ വിട്ടുവരുന്ന സ്ത്രീകളുടെ അടുത്തൊക്കെ ആളുകൾ ഇങ്ങനെ നിർത്തി വന്നിട്ട് വൃത്തികേടുകൾ ചോദിക്കുകയാണ്. ഇവരെ വിചാരം ഈ പെൺവേഷം കെട്ടി നടക്കുന്ന ആളുകളാണ് ഇത് എന്നുള്ളതാണ്. അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് വസ്ത്രം ധരിക്കുവര് സ്ത്രീകളുടെ പോലെ തന്നെ. പക്ഷെ എന്താ ഉണ്ടാവുക വെച്ചാൽ വസ്ത്രം പെർഫെക്റ്റ് അല്ല കേട്ടോ, അതിന് വിട്ടുപോയി. സാരി ഉടുക്കും, അത്രേ ഉള്ളൂ. മേക്കപ്പും ചെയ്യും. ഇങ്ങനൊക്കെ കാണിച്ചിട്ട് പൊന്നെ അറപ്പിന്റെ അങ്ങേയറ്റ. വേണമെങ്കിൽ ഒരു അറപ്പ് ഞാൻ കാണിച്ചു തരാം. ഈ ടാറ്റു ഞാന് ആൺകുട്ടിയായിരിക്കുന്ന സമയത്ത് ചെയ്ത ടാറ്റു ആണ്, ബാംഗ്ലൂർ വെച്ചിട്ട്. അന്ന് ബ്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കുഞ്ഞൊരു ഹാർട്ടായിരുന്നു. പിന്നെ അത് സർജറി ചെയ്തു. അപ്പൊ നമ്മുടെ സ്കിന്ന് വലിയുമല്ലോ. അപ്പൊ സ്കിന്ന് വലിഞ്ഞപ്പോ ഈ ഹാർട്ട് കുറച്ചും കൂടി സ്പ്രെഡ് ആയിരുന്നു. അതാണ് ഈ റെഡ് ഒക്കെ മങ്ങി കിടക്കുന്നത്. അടിച്ചപ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ആണായിരിക്കുമ്പോ അല്ലേ, ആണായിട്ട് തുടരാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വീണ്ടും അവരെ പോയിട്ട് ടെസ്റ്റ് ചെയ്യണം, വീണ്ടും അവരുടെ അടുത്ത് സ്ക്രീനിങ്ങിന്റെ ഭാഗമാവണം. എന്നതിന് ശേഷമാണ് ഇവർക്കൊക്കെ അവസരം കിട്ടുള്ളൂ. ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കുന്ന ട്രാൻസ്ജെൻഡർ, അവർക്കും കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന കുറെ എണ്ണം. ഇവര് സ്ത്രീകളാവാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ മനസ്സിൽ സ്ത്രീയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വരുന്നത്. സ്ത്രീകളൊക്കെ ഇങ്ങനെ കാണിച്ചു നടക്കുന്നവരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? മാന്യമായി ജീവിക്കുന്ന ആളുകളല്ലേ നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊക്കെ? കുറച്ച് ആളുകൾ ആ രീതിയിൽ ജീവിക്കുന്നുണ്ടെന്ന് കരുതിക്കൊണ്ട് ഇവരിൽ നിന്ന് വരുന്ന ആളുകൾ മുഴുവൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവനല്ല, കുറച്ച് ആളുകൾ, ഒരു 99%. ആ 1% നല്ലവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരിലും ഉണ്ടാവുമല്ലോ. ഒരു കൊല മാങ്ങയിൽ ഒരെണ്ണം രണ്ടെണ്ണം കേടുവരുമല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെ കുറെ എണ്ണം ഇമാതിരി ഉളത്തരം കാണിച്ച് നടക്കുന്നതാന്ന്. ഇനി സുപ്രീം കോടതി തന്നെ പറയുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അതിന് ഒരു റീസൺ വേണം. എന്ത്, താഴത്തത് അങ്ങോട്ട് മുഴുവൻ കട്ട് ചെയ്യണം. ഏത്, ജാസിയൊക്കെ കാട്ടിയ മാതിരി കുറച്ച് ജെല്ല് വാങ്ങി തേച്ചിട്ട് ചുരിദാറിട്ട് നടക്കുന്നതല്ല. ഇപ്പൊ കറക്റ്റ് എല്ലാത്തിനും അതിൻ്റെതായ നിയമം വേണമെന്ന് ഇതിന് 2-3 വകുപ്പാക്കി തിരിച്ചുകൊള്ളു. അതിലൊന്നെന്ന് പറഞ്ഞാൽ ജന്മന ഇങ്ങനെയുള്ളത്, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഡൗൺ സർജറി ആര് ചെയ്യുന്നോ ഓൽക്കും ഒരു പരിഗണന ഉണ്ട്. അല്ലാത്തവർക്ക് ഒന്നുമില്ല. അതായത് അതും എങ്ങനെ അറിയോ, എത്ര വർഷത്തിന്റെ മുമ്പാണ് ചെയ്തതെന്നുള്ളത് അവര് പ്രൂവ് ചെയ്യണം. ഇപ്പൊ ആ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ മുന്നിൽ നിൽക്കണേ നമ്മളെ നയൻതാരൊക്കെ ചെയ്തിട്ട് കൊല്ലത്തിലേക്കണോ അറിയോ? അവരെ പോലും ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെണ്ടോ ഏത്, ഒരു പെണ്ണും കെട്ടി
എന്താ പറയാ, രണ്ടാം പുതിയപ്പളിയും കഴിഞ്ഞ് ഹണിമൂണും കഴിഞ്ഞ് ഓളെ പിന്നാലെ താമസിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ പെണ്ണാന്നും പറഞ്ഞിട്ട് ഒരു ചുരിദാറിട്ട് വന്ന ഇവനൊക്കെ കമ്മീഷൻ അന്വേഷണം നടത്തും. അന്വേഷണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസിയൊക്കെ മൂഞ്ചുന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർ അമ്മാതിരി ഉളത്തരം കാണിച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ആ സ്ത്രീയെ പിന്നീടാണ് ഇത് ഒഴിവാക്കുന്നത്, അതിന് ശേഷമാണ് ഈ മാതിരി കാണിച്ചുള്ളത്. അതും ഈ വർഷം കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ ഈ മീശൻ താടിയൊക്കെ പഠിക്കൽ തുടങ്ങിയിട്ട്, വേഷം കെട്ടി നടക്കൽ തുടങ്ങിയിട്ട് അല്ലെ. അപ്പോ നിയമപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാസി പതുക്കെ ആ ആൺകുപ്പായത്തിലേക്ക് കയറേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. ദുബായിലോട്ട് ഇനി ഒരു തിരിച്ചുപോക്ക് ആണായിട്ടുള്ള ID കാർഡ് ഇല്ലേ, അതായിട്ട് തന്നെ പോകേണ്ടി വരും. പാസ്പോർട്ടിൽ ആണാണല്ലോ. ട്രാൻസ് എന്നൊരു സാധനത്തിന് ഇനി ഈ നിയമം ഇവിടെ നിലനിൽക്കുന്നത്തോളം കാലം അതും വെച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. എപ്പോഴും ഇറുക്കപ്പോ 8 ആള് ട്രാൻസ് ആയിട്ടുണ്ട്, ഗൾഫിലുണ്ട്. അതിൽ ജാസി ഇല്ല, കാരണം അവരിപ്പോ കാർഡ് എടുത്തിട്ടുള്ളൂ. എന്തായാലും കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില ആളുകളുടെ ഈ ഒരു കാട്ടിക്കൂട്ടലുകൾക്കും അഹങ്കാരത്തിന് ഇത് നല്ല ഒരു കൊട്ട് തന്നെയാണെന്നുള്ളതാണ്. കുറെ ആളുകൾ ഞാനിത് വളച്ചൊടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നു. എന്ത് വളച്ചൊടിക്കാൻ ശ്രമിച്ചു എന്നാ പറയുന്നത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറെ എണ്ണത്തിന്റെ പറയുന്നില്ല, കൊട്ടാരക്കരയിലൊക്കെ 10,000-2000 എണ്ണം റോട്ടിക്കിറങ്ങി എന്തൊക്കെയാണ് മുണ്ടുമാടിപ്പൊക്കൽ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നേ. ചെ ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാന്യമായി ജീവിക്കണം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ മാന്യത മാത്രം പരിഗണിക്കാൻ കഴിയില്ല. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നല്ലപോലെ ജീവിക്കണം. അത് ആദ്യം മനസ്സിലാക്കുക. സ്ത്രീവേഷം കെട്ടി നടക്കുക, എന്നിട്ടോ എന്തൊക്കെയാണ് വൃത്തികേട് കാണിച്ചിട്ടാ നടക്കുന്നേ? ശരീര പ്രദർശനം. അയ്യേ, ഇപ്പൊ ഒരു സ്ത്രീ ഇതാ ശരീരം പ്രദർശിച്ച് നടക്കുകയാണെന്ന് കൂട്ടുക. ആ ഒരു സ്ത്രീ ആ സ്ത്രീയായിട്ട് ജനിച്ച് സ്ത്രീയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് തോന്നുകയാണ് എക്സ്പോസ് ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഒന്നും പറയാനില്ലേ, അവരങ്ങനെ ജീവിച്ചു പൊക്കോട്ടെ എന്ന് പറയും. നേരെ തിരിച്ച് ഒരു ആണായി ജനിച്ച് ആണായി നടന്ന ഒരു മനുഷ്യൻ പെണ്ണാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പെണ്ണായതിനു ശേഷം മാന്യമായ വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ അവൻ പെണ്ണാവണമെന്ന് അത്രക്ക് ആഗ്രഹിച്ചുകൊണ്ടാണ് നമുക്ക് പറയാം. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കാണിച്ചു നടക്കുക. കുറെ എണ്ണം ഉണ്ട്. തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ്. ഈ പറയുന്ന ജാസി അതിനിടയിൽ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, വയറൊക്കെ കാണിച്ചിട്ടും മറ്റൊക്കെ കാണിച്ച് നടക്കുന്ന ഒരു പരിപാടി. അതിന്റെ ഇടയിൽ ഹെല്ലോസ് പാട്ടൊക്കെ എന്തോ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നൊക്കെ ഉണ്ട്. അതേപോലെ കുറെ ട്രാൻസ് ഉണ്ട് കാണിക്കാനായിട്ട് പെണ്ണാവുന്ന കുറെ എണ്ണം. ഇത് ആ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മാന്യം മര്യാദക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം പിടിക്കും. കാര്യമായിട്ട് പറയാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അവരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ സ്ത്രീകൾ ഉണ്ടാവും. അവരൊക്കെ ഏത് രീതിയിലാണ് നടക്കുന്നതൊക്കെ അവരുടെ വീഡിയോസ് ഒക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഈ ഒരു ബില്ലിനെ അനുകൂലിക്കുന്ന ആളുകളുടെ എണ്ണം 98% ഉണ്ട്. അത് ഞാൻ എല്ലാ വീഡിയോ നോക്കുമ്പോഴും കാണുന്നുണ്ട്. ഈ ഒരു പ്രൊട്ടക്ഷന്റെ അടിയിൽ പോലും അത്രമാത്രം ആളുകൾ, അത്രമാത്രം സ്ത്രീകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. BJP-യോട് ആദ്യമായി ഇഷ്ടം തോന്നി എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.